വെൽക്കം ടു VBY ITI ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ് എന്ന ഒരു പുതിയ മൊഡ്യൂളാണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ഓഫ് CAD. CAD സോഫ്റ്റ്വെയറിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പ്യൂട്ടറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം കമ്പ്യൂട്ടർ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിസിറ്റി ബില്ല്, ടെലിഫോൺ ബില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, അതുപോലെ മെഡിസിൻ ഫീൽഡിൽ, ബിസിനസ് ഫീൽഡിലെല്ലാം കമ്പ്യൂട്ടറിന്റെ ഉപയോഗം വളരെ വലുതാണ്. ഇന്റർനെറ്റ് യൂസ് ചെയ്ത് പല ഫീൽഡിലെയും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനൊക്കെ കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിന്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ തന്നിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രിക് ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു പെർഫോം അരിത്മെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ അറ്റ് എ വെരി ഹൈ സ്പീഡ്. വളരെ വേഗത്തിൽ അരിത്മെറ്റിക് ലോജിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസിനെയാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ദ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഡിഫറെന്റ് ഫീൽഡ്സ് ആൻഡ് ഏരിയാസ് ഈസ് സക്സസ്ഫുൾ ആൻഡ് എക്കണോമിക്കലി ജസ്റ്റിഫൈഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ഫീൽഡുകളിൽ കമ്പ്യൂട്ടറിന്റെ ആപ്ലിക്കേഷൻ വളരെ സക്സസ്ഫുൾ ആണ്, അതുപോലെ എക്കണോമിക്കലാണ്. ഇനി നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഹിസ്റ്ററിയിലേക്ക് പോകാം. A brief history of computer and software. The first computers were developed in the 1950s, shortly after the transistor was invented. ട്രാൻസിസ്റ്ററിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷം 1950കളിലാണ് ഫസ്റ്റ് കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തത്. 1960കളുടെ മധ്യത്തിൽ ജനറൽ മോട്ടോഴ്സ്, ബോയിങ്, IBM എന്നിവ CAD പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെയും പ്രോഗ്രാമിന്റെയും ഹൈ കോസ്റ്റ് കാരണം ഈ ഡെവലപ്മെന്റ് സ്ലോ ആവുകയാണ് ചെയ്തത്. 1971 ടെഡ് ഹോഫ് ഡെവലപ്ഡ് ദ ഫസ്റ്റ് മൈക്രോ പ്രോസസർ. 1971 ടെഡ് ഹോഫ് ഫസ്റ്റ് മൈക്രോ പ്രോസസർ ഡെവലപ്പ് ചെയ്തു. അതിനുശേഷമാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് CPU എല്ലാ സർക്യൂട്ടറിയും ഒരു ചിപ്പിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയത്. ഈ ഒരു ഡെവലപ്മെന്റിന് ശേഷമാണ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിന്റെ വരവുണ്ടായത്. ഇൻ ദി 1980s അഡീഷണൽ ഇംപ്രൂവ്മെന്റ്സ് ടു ദി മൈക്രോ പ്രോസസർ ചേഞ്ച്ഡ് ദ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ടു പവർഫുൾ ഡെസ്ക്ടോപ്പ് മോഡൽസ്. 1980കളിൽ മൈക്രോ പ്രോസസറിൽ ഉണ്ടായ ഇംപ്രൂവ്മെന്റ്സ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിൽ നിന്നും പവർഫുൾ ഡെസ്ക്ടോപ്പ് മോഡൽസിലേക്ക് ചേഞ്ച് ചെയ്യപ്പെട്ടു. അതായത് വലിയ കമ്പ്യൂട്ടേഴ്സിൽ നിന്നും ചെറിയ സൈസുള്ള കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെ കൂടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലും ഡെവലപ്മെന്റ്സും ഇംപ്രൂവ്മെന്റ്സും എല്ലാം വരുത്താൻ തുടങ്ങി. CAD started as simple drafting tool and has now evolved into a powerful design tool. CAD എന്ന സോഫ്റ്റ്വെയർ ഒരു സിമ്പിൾ ഡ്രാഫ്റ്റിംഗ് ടൂൾ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അതൊരു പവർഫുൾ ഡിസൈൻ ടൂൾ ആയിട്ട് മാറുകയായിരുന്നു. CAD has progressed from 2-dimensional to 3-dimensional to surface modeling and to solid modeling with animation. CAD എന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ആദ്യം 2-dimensional ആയിരുന്നു, പിന്നീട് അത് 3-dimensional, അതുപോലെ ആനിമേഷൻസ് യൂസ് ചെയ്ത് സർഫസ് മോഡലിംഗും സോളിഡ് മോഡലിംഗും എല്ലാം ചെയ്യാൻ തുടങ്ങി. CADൽ ഉണ്ടാവുന്ന ഓരോ ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ ഓരോ ജനറേഷനും ഓരോ വേർഷനും വളരെ പവർഫുൾ ആയിരുന്നു, അതുപോലെ യൂസർ ഫ്രണ്ട്ലിയും ആയിരുന്നു. നെക്സ്റ്റ് AutoCAD. എന്താണ് ഒരു AutoCAD എന്ന് നോക്കാം. AutoCAD is the leading computer aided design and drafting program in the world. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള ഒരു ഡിസൈൻ ഡ്രാഫ്റ്റിംഗ് പ്രോഗ്രാം ആണ് AutoCAD എന്ന് പറയുന്നത്. ഈ CADന്റെ ഫുൾ ഫോം ഒരുപാട് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. CADD, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ്. 1982 നവംബറിലാണ് ഈ AutoCADന്റെ ഇൻട്രൊഡക്ഷൻ. AutoCAD പിന്നീട് അതിന്റെ സെയിൽസും ഫംഗ്ഷനാലിറ്റിയും ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് PC ബേസ്ഡ് CAD പ്രോഗ്രാം ആയിട്ട് വളർന്നു. ഒറിജിനൽ കമാൻഡ് ലൈൻ ഡ്രിവൺ DOS ബേസ്ഡ് റൂട്ട്സിൽ നിന്നും ഒരു ഫുള്ളി കോമ്പാറ്റിബിൾ വിൻഡോസ് ആപ്ലിക്കേഷനായി ഈ ഒരു AutoCAD പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തു. നെക്സ്റ്റ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഓവർവ്യൂ. ദർ ആർ 2 parts ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. നമുക്കെല്ലാം അറിയാം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് മെയിൻ ആയിട്ട് 2 പാർട്സ് ആണ് വരുന്നത്, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഈസ് ദ ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സച്ച് ആസ് സിസ്റ്റം യൂണിറ്റ്, മോണിറ്റർ ആൻഡ് പ്ലോട്ടർ. കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ കമ്പോണൻസിനെയാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് സിസ്റ്റം യൂണിറ്റ്, മോണിറ്റർ എക്സെട്ര. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഈസ് ദി പ്രോഗ്രാം that determines the application of a system. ഒരു സിസ്റ്റത്തിന്റെ അപ്ലിക്കേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. There are 2 main categories of computer software. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന്റെ 2 മെയിൻ ആയിട്ടുള്ള കാറ്റഗറീസ് ആണ് വരുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. The system software manages the internal operations of the computer. ഒരു കമ്പ്യൂട്ടറിന്റെ ഇന്റേണൽ ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. The application programs are tools that help you accomplish your work. ആ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂൾസിനെയാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. CAD പോലെയുള്ളതൊക്കെ അതിൽ എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് കാറ്റഗറീസ് ഓഫ് കമ്പ്യൂട്ടർ. ദർ ആർ 3 മെയിൻ കാറ്റഗറീസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് വിത്ത് റെസ്പെക്ട് ടു ഹാർഡ്വെയർ. ഹാർഡ്വെയറിനെ ബേസ് ചെയ്ത് കമ്പ്യൂട്ടറിന്റെ 3 മെയിൻ കാറ്റഗറീസ് ആണ് വരുന്നത്. മെയിൻ ഫ്രെയിം, മിനി കമ്പ്യൂട്ടർ,
microcomputer. First one, mainframe computers. Mainframe computers have a lot of data processing power and their size is quite big. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിന് ഒരുപാട് ഡേറ്റ പ്രോസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിൻ്റെ സൈസ് വളരെ വലുതാണ്. എ സിംഗിൾ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ പെർഫോംസ് ഓൾ ദി ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് ഈസ് ആക്സസ്ഡ് ബൈ ടെർമിനൽസ് കണക്റ്റഡ് ടു ഇറ്റ്. ഈ മെയിൻ ഫ്രെയിമിലേക്ക് ടെർമിനൽസ് കണക്ട് ചെയ്തിട്ടാണ് അതിൻ്റെ എല്ലാ ഡാറ്റ പ്രോസസ്സിങ്ങും പെർഫോം ചെയ്യുന്നത്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിനെ മെയിൻ ഫ്രെയിം എന്ന് പറയാം, ബിഗ് അയൺ എന്ന് പറയാം, സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയാം. ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതാണ് ഒരു മെയിൻ ഫ്രെയിം. ലാർജ് ആണ്, എക്സ്പെൻസീവ് ആണ്. ഏകദേശം 100 അല്ലെങ്കിൽ 1000 ക്ലയൻസിന്റെ ഡീറ്റെയിൽസ് നമുക്കിതിൽ അറ്റ് എ ടൈം സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇവിടെ ബൾക്ക് ഡാറ്റ പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ സെൻസസ്, ഇൻഡസ്ട്രിയൽ യൂസ്, ലാർജ് സ്കെയിൽ ട്രാൻസാക്ഷൻസ്. നെക്സ്റ്റ്, മിനി കമ്പ്യൂട്ടേഴ്സ്. മിനി കമ്പ്യൂട്ടേഴ്സ് ആർ സ്മോളർ വേർഷൻസ് ഓഫ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിന്റെ ഒരു സ്മോളർ വേർഷൻ ആണ് മിനി കമ്പ്യൂട്ടേഴ്സ്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിനേക്കാൾ ചെറുതും മൈക്രോ കമ്പ്യൂട്ടറിനേക്കാൾ കുറച്ചുകൂടി വലുത്, രണ്ടിന്റെയും ഇടയിൽ വരുന്ന സൈസാണ് മിനി കമ്പ്യൂട്ടേഴ്സ്. നെക്സ്റ്റ്, മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. Microcomputers are the desktop or laptop computers of today and are used for individual computing needs. Microcomputers എന്ന് വെച്ചാൽ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്. ഈ മൈക്രോ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, വീഡിയോ ഗെയിം കൺസോൾസ്, ലാപ്ടോപ്സ്, ടാബ്ലറ്റ്, mobile phones, pocket calculator, etc. Next, CAD hardware. The following are the main hardware components of CAD. System unit, external storage devices, monitor, printers and plotters, കീബോർഡ്. CADന് ആവശ്യമായിട്ട് വരുന്ന മെയിൻ ഹാർഡ്വെയർ കമ്പോണൻസ് ആണ് താഴെ പറയുന്നത്. സിസ്റ്റം യൂണിറ്റ്, എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസസ്, മോണിറ്റർ, പ്രിന്റേഴ്സ് ആൻഡ് പ്ലോട്ടേഴ്സ്, കീബോർഡ്, ഡിജിറ്റൈസർ, പക്ക് ആൻഡ് മൗസ്. അതിലെ ഫസ്റ്റ് വൺ, സിസ്റ്റം യൂണിറ്റ്. ദ സിസ്റ്റം യൂണിറ്റ് ഈസ് ദി കമ്പ്യൂട്ടർ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓൾ ഡാറ്റ പ്രോസസ്സിംഗ്. എല്ലാ ഡാറ്റ പ്രോസസ്സിങ്ങിനും വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിനെയാണ് ഇവിടെ സിസ്റ്റം യൂണിറ്റ് എന്ന് പറയുന്നത്. ദ മെയിൻ കമ്പോണൻസ് ഓഫ് ദി സിസ്റ്റം യൂണിറ്റ്സ് ആർ ദി സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആൻഡ് മെമ്മറി. ഒരു സിസ്റ്റം യൂണിറ്റിൻ്റെ മെയിൻ കമ്പോണൻസ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് CPU, അതുപോലെ മെമ്മറി. കമ്പോണൻസ് ഓഫ് സിസ്റ്റം യൂണിറ്റ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU, ഇതും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഈ CPUയുടെ ഫുൾ ഫോം. ദെൻ മെമ്മറി. നെക്സ്റ്റ്, എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസസ്. There are a number of external storage devices available such as magnetic tapes, zip drives and removable hard disk. External storage device examples are magnetic tapes, zip drives, removable hard disk. They are commonly used to keep backup copies of electronic files for safe keeping. External storage device യൂസ് ചെയ്യുന്നത് ഇലക്ട്രോണിക് ഫയൽസിൻ്റെ ബാക്കപ്പ് കോപ്പീസ് കീപ്പ് ചെയ്യാനാണ്, സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും മാഗ്നറ്റിക് ടേപ്പ്, സിപ്പ് ഡ്രൈവ്, ഹാർഡ് ഡിസ്ക് എല്ലാം. മാഗ്നറ്റിക് ടേപ്സ് ആർ ക്വൈറ്റ് കോമൺ ഫോർ സ്റ്റോറിങ് ലാർജ് വോള്യൂംസ് ഓഫ് ഡാറ്റ. ഒരുപാട് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാഗ്നറ്റിക് ടേപ്സ് യൂസ് ചെയ്തിരുന്നത്. A magnetic tape that looks like a small video cassette can store thousands of megabytes of data. ഈ മാഗ്നറ്റിക് ടേപ്പ് ഒരു വീഡിയോ കാസറ്റ് പോലെയാണ്. ഇതിൽ 1000 മെഗാബൈറ്റ്സോളം ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. However, they are quite slow and require a lot of time to store or retrieve data. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നത് ഡാറ്റ സ്റ്റോർ ചെയ്യാനും അത് വീണ്ടെടുക്കാനും ഒരുപാട് ടൈം എടുക്കും, അതുപോലെ വളരെ സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ ഡാറ്റ സ്റ്റോറേജിന് വേണ്ടി ഒരു ന്യൂ ഓപ്ഷൻ കണ്ടെത്തി, അതാണ് റിമൂവബിൾ ഹാർഡ് ഡിസ്ക്. യു ക്യാൻ റിമൂവ് ദി എൻറ്റയർ ഹാർഡ് ഡിസ്ക് ഫ്രം യുവർ കമ്പ്യൂട്ടർ ആൻഡ് യൂസ് ഇറ്റ് ഓൺ അനദർ കമ്പ്യൂട്ടർ. നമുക്ക് ഈ ഒരു ഹാർഡ് ഡിസ്കിനെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് റിമൂവ് ചെയ്ത് വേറൊരു കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റും. ദിസ് അപ്രോച്ച് ഇസ് കോമൺലി യൂസ്ഡ് വെൻ യു നീഡ് ടു വർക്ക് ഓൺ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് യു വാണ്ട് ദ സെയിം ഇൻഫർമേഷൻ ടു ബി അവൈലബിൾ ഇൻസ്റ്റൻ്റ്ലി. ഒരു കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന വർക്ക് വേറെ കമ്പ്യൂട്ടറിലും ചെയ്യാൻ പറ്റും, ആ സെയിം ഇൻഫർമേഷൻ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ്, മോണിറ്റർ. The monitor is the computer screen and is used to display information. കമ്പ്യൂട്ടർ സ്ക്രീനിനെയാണ് മോണിറ്റർ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. എ ഗുഡ് മോണിറ്റർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ CAD in order to display fine graphics. CADനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മോണിറ്റർ ആണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത്, കാരണം നമുക്ക് അവിടെ ഫൈൻ ഗ്രാഫിക്സ് ആണ് ഡിസ്പ്ലേ ചെയ്യാനുള്ളത്. എ കളർ മോണിറ്റർ ഈസ് എസെൻഷ്യൽ ബിക്കോസ് മെനി CAD ഡ്രോയിങ് ടെക്നിക്സ് ആർ ബേസ്ഡ് ഓൺ കളേഴ്സ്. CADന് കളർ മോണിറ്ററാണ് പ്രിഫർ ചെയ്യുന്നത്, കാരണം CAD ഡ്രോയിങ്ങിലെ പല ടെക്നിക്സും കളർ ബേസ്ഡ് ആണ്. മോണിറ്റേഴ്സ് ആർ അവൈലബിൾ ഇൻ വേരിയസ് സൈസസ് റേഞ്ചിങ് ഫ്രം 13 ഇഞ്ച് ടു 30 ഇഞ്ച് ഓർ മോർ. മോണിറ്റേഴ്സ് പല സൈസിലും അവൈലബിൾ ആണ്. 13 ഇഞ്ച് മുതൽ 30 ഇഞ്ച് വരെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൈസിൽ അവൈലബിൾ ആണ്. ടുഡേ ആവറേജ് മോണിറ്റേഴ്സ് ഹാവ് ദി എബിലിറ്റി ടു ഡിസ്പ്ലേ മില്യൺസ് ഓഫ് കളേഴ്സ്. ഇപ്പോൾ ഇറങ്ങുന്ന മോണിറ്റേഴ്സിന് ഒരുപാട് കളേഴ്സിനെ, മില്യൺസ് ഓഫ് കളേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യാനുള്ള അബിലിറ്റി ഉണ്ട്.
The main factor that determines the quality of a monitor is the resolution. ഒരു മോണിറ്ററിന്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന മെയിൻ ഫാക്ടർ ആണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. The term resolution refers to sharpness of an image displayed on the screen. ഈ മോണിറ്ററിന്റെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഇമേജിന്റെ ഷാർപ്നെസ്സിനെ റെഫർ ചെയ്യുന്ന ടേമിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. റെസൊല്യൂഷൻ ഈസ് മെഷേർഡ് ബൈ ദി നമ്പർ ഓഫ് പിക്ചർ എലമെന്റ്സ് ദാറ്റ് സ്ക്രീൻ ക്യാൻ ഡിസ്പ്ലേ. റെസൊല്യൂഷൻ മെഷർ ചെയ്യുന്നത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് പിക്ചർ എലമെന്റ്സ് പിക്സൽസ് യൂസ് ചെയ്തിട്ടാണ്. ദ മോർ പിക്സൽസ് ആൻഡ് ദി ക്ലോസർ ദേ ആർ ദി ഷാർപ്പർ ദ ഇമേജ്. പിക്സൽസ് കൂടുന്നതിനനുസരിച്ച് ഇമേജിന്റെ ഷാർപ്നെസ് കൂടും. അതുപോലെ പിക്സൽസ് ക്ലോസർ ആണെങ്കിലും ഷാർപ്നെസ് കൂടുതലായിരിക്കും. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പിക്സൽസ് ഈസ് കോൾഡ് ഡോട്ട് പിച്ച്. പിക്സൽസിനിടയിൽ വരുന്ന ഡിസ്റ്റൻസിനെയാണ് ഡോട്ട് പിച്ച് എന്ന് പറയുന്നത്. ദ സ്മോളർ ദി ഡോട്ട് പിച്ച് ദ ഷാർപ്പർ ദി ഇമേജ്. അതായത് ഡോട്ട് പിച്ച് സ്മോൾ ആവുക, അതായത് വളരെ ക്ലോസ് ആവുക, അല്ലെങ്കിൽ നമ്പർ ഓഫ് പിക്സൽസ് കൂടുകയാണെങ്കിൽ അവിടെ ഇമേജ് ഷാർപ്പായിരിക്കും. A26 or smaller dot pitch monitor is recommended for CAD applications. CAD applications വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന മോണിറ്റേഴ്സ് A26 അല്ലെങ്കിൽ സ്മോൾ ഡോട്ട് പിച്ച് മോണിറ്റർ ആണ്. നെക്സ്റ്റ് പ്രിന്റേഴ്സ് ആൻഡ് പ്ലോട്ടേഴ്സ്. CAD drawings are printed using fine quality printers and plotters. CAD drawings നല്ല ക്വാളിറ്റി ഉള്ള പ്രിന്റേഴ്സ് അല്ലെങ്കിൽ പ്ലോട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം പ്രിന്റ് ചെയ്യാൻ. You can print drawings at as much as 1200 dpi accuracy. This means 1200 dots are printed in a 1 inch long line. 1200 dpi. dpi means dots per inch accuracyയിലാണ് ഡ്രോയിങ്സ് പ്രിന്റ് ചെയ്യുന്നത്. അതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഞ്ച് ലൈനിൽ 1200 ഡോട്ട്സ് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഈ dpi ഡോട്ട്സ് പെർ ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡോട്ട്സ് ഓഫ് ഇങ്ക് പെർ ഇഞ്ച് ദാറ്റ് പ്രിന്റർ ഡെപ്പോസിറ്റ്സ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. പ്രിന്റ് ചെയ്യുന്ന പേപ്പറിൽ ഒരു ഇഞ്ചിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഡോട്ട്സ് ഓഫ് ഇങ്കിനെയാണ് DPI എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് വെറൈറ്റി പ്രിന്റേഴ്സ് ആൻഡ് പ്ലോട്ടേഴ്സ് അവൈലബിൾ ആണ്. ദേ വർക്ക് ഓൺ ഡിഫറെന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ദെയർ പ്രൈസസ് വേരി സിഗ്നിഫിക്കൻ്റ്ലി. ഈ പ്രിന്റേഴ്സ് ആൻഡ് പ്ലോട്ടേഴ്സിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ഡിഫറെന്റ് ആണ്, അതുപോലെ അതിന്റെ പ്രൈസസ് വ്യത്യാസം വരുന്നുണ്ട്. ദെയർ ആർ മെനി ടൈപ്സ് ഓഫ് പെൻ പ്ലോട്ടേഴ്സ്, ഇങ്കിജെറ്റ്സ് പ്രിന്റേഴ്സ്, ലേസർ പ്രിന്റേഴ്സ് ആൻഡ് പ്ലോട്ടേഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിന്റേഴ്സ് എക്സെട്ര. ഒരുപാട് ടൈപ്സിൽ അവൈലബിൾ ആണ്. പെൻ പ്ലോട്ടേഴ്സ് ഉണ്ട്, ഇങ്കിജെറ്റ് പ്രിന്റേഴ്സ്, ലേസർ പ്രിന്റേഴ്സ് ആൻഡ് പ്ലോട്ടേഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിന്റേഴ്സ്. അപ്പോൾ ഇവിടെ ഒരു പ്ലോട്ടറിൻ്റെയും പ്രിന്ററിൻ്റെയും ഫിഗർ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് കീബോർഡ്. ദിസ് ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് വിച്ച് കണ്ടെയ്ൻസ് കീസ് ടു ഫീഡ് ഇൻഫർമേഷൻ ഇൻ ടു ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ ഫീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ്. ആ കീബോർഡിൽ ഒരുപാട് കീസ് ഉണ്ടായിരിക്കും. എസ്കേപ്പ് കീ, ഫംഗ്ഷൻ കീ, ബാക്ക് സ്പേസ് കീ, ഡിലീറ്റ് കീ, നമ്പർ കീസ്, കഴ്സർ കീസ്, എൻ്റർ കീ, ഷോർട്ട്കട്ട് കീ, സ്പേസ് ബാർ, ആൾട്ട് കീ, കൺട്രോൾ കീ, വിൻഡോ, അങ്ങനെ ഒരുപാട് കീസ് അടങ്ങിയിട്ടുള്ളൊരു ഇൻപുട്ട് ഡിവൈസാണിത്. അതിൽ ഫസ്റ്റ് ടൈപ്പ് റൈറ്റർ കീ, യൂസ്ഡ് ഫോർ ലെറ്റേഴ്സ്, നമ്പേഴ്സ് ആൻഡ് പങ്ക്ച്വേഷൻ സിമ്പിൾ. കീബോർഡിൽ ടൈപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീസിനെയാണ് ടൈപ്പ് റൈറ്റർ കീസ് എന്ന് പറയുന്നത്. അതിൽ ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും, നമ്പേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ പങ്ക്ച്വേഷൻസ്, സിമ്പിൾസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഫംഗ്ഷൻ കീസ്. F1 to F12 performs depend on the software use. F1 മുതൽ F12 വരെയുള്ള ഫംഗ്ഷൻ കീസ് ഉണ്ട്. ഓരോ സോഫ്റ്റ്വെയറിനനുസരിച്ച് അതിൻ്റെ യൂസ് ഡിഫറെൻ്റ് ആണ് വരുന്നത്. നെക്സ്റ്റ് കേഴ്സർ കൺട്രോൾ കീസ്. ടു റിമൂവ് ദി കേഴ്സർ ടു ദി ലെഫ്റ്റ്, റൈറ്റ്, അപ്പ് ഓർ ഡൗൺ. ഇതിനെയാണ് കേഴ്സർ കീ എന്ന് പറയുന്നത്. ഇത് കേഴ്സറിനെ മുകളിലേക്കും താഴേക്കും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. നെക്സ്റ്റ് പേജ് അപ്പ് ആൻഡ് ഡൗൺ കീ. ടു മൂവ് ദി പ്രിസീഡിങ് പേജ് ആൻഡ് ടു മൂവ് ദി നെക്സ്റ്റ് പേജ്. ഇവിടെ പേജ് അപ്പ്, പേജ് ഡൗൺ കീസ് ഉണ്ട്. മുന്നേ ഉള്ള പേജിലേക്കും അടുത്ത പേജിലേക്കും മൂവ് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് ഹോം കീ ടു ദി ടോപ്പ് ഓഫ് ദി ഡോക്യുമെൻറ്റ്. അതുപോലെ ഹോം കീ ഉണ്ട് ഡോക്യുമെൻ്റ് സ്റ്റാർട്ടിങ്ങിലേക്ക് എത്താൻ വേണ്ടി. നമ്പർ ലോക്ക് കീ. ന്യൂമറിക് 0 to 9. പ്രസ്സിങ് എനി ഓഫ് ദം എ നമ്പർ ഗെറ്റ്സ് ഡിസ്പ്ലേഡ് ഓൺ ദി സ്ക്രീൻ. 0 to 9 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട് ഇവിടെ. നെക്സ്റ്റ് ക്യാപ്സ് ലോക്ക് കീ. ബൈ പ്രസ്സിങ് ടൈപ്പ് ലെറ്റേഴ്സ് വിൽ അപ്പിയർ ഇൻ ദി സ്മോൾ ഓർ ക്യാപിറ്റൽ. ക്യാപ്സ് ലോക്ക് കീ ഉണ്ട്. ഈ ലെറ്റേഴ്സിനെ ക്യാപിറ്റൽ സ്മോൾ ആക്കാൻ വേണ്ടി ക്യാപ്സ് ലോക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഷിഫ്റ്റ് കീ. ടു അപ്പിയർ ദി അപ്പർ സിമ്പിൾ ഇഫ് ഹോൾഡ് ഡൗൺ ദിസ് കീ. അതിന് ഷിഫ്റ്റ് കീ ഉണ്ട്. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മുകളിൽ കാണിച്ചിട്ടുള്ള സിമ്പിൾസ് ആണ് പ്രത്യക്ഷപ്പെടുന്നത്. നെക്സ്റ്റ് കൺട്രോൾ ആൻഡ് ആൾട്ട് കീ. ഓഫൺ യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് അതർ കീസ് ടു ക്യാരി ഔട്ട് സ്പെഷ്യൽ ആക്ഷൻസ്. കൺട്രോളും ആൾട്ടും മറ്റു കീയുമായിട്ട് യൂസ് ചെയ്തിട്ട് ഒരുപാട് സ്പെഷ്യൽ ആക്ഷൻസ് ക്യാരി ചെയ്യാം. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ പ്ലസ് ആൾട്ട് പ്ലസ് 7. കൺട്രോളും ആൾട്ടും 7ഉം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആണ് ഓപ്ഷൻ. കൺട്രോൾ പ്ലസ് ആൾട്ട് ദ മെഷീൻ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട്. മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ചെയ്യും. മറ്റു കീയുമായി കൂടി പല ആക്ഷൻസും നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതാണ് കൺട്രോൾ കീ, ഇതാണ് ആൾട്ട് കീ. നെക്സ്റ്റ് എൻ്റർ കീ.
ഇൻസ്ട്രക്ഷൻസ് ഫിനിഷ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് എൻ്റർ കീ പ്രസ് ചെയ്യുന്നത്. ഇതാണ് എൻ്റർ കീ. നെക്സ്റ്റ് ടാബ് കീ. മൂവ് ദി കഴ്സർ അലോങ് ദി ലൈൻ ടു എ പ്രീസെറ്റ് പോയിന്റ് ആൻഡ് ഓൾസോ ടു മൂവ് ഫ്രം വൺ ഓപ്ഷൻ ടു അനദർ ഇൻ എ മെനു. ഇതാണ് ടാബ് കീ. ഈ ടാബ് കീ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഒരേ ലൈനിൽ ആ ഒരു കഴ്സറിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ ഒരു മെനുവിൽ നിന്ന് ഒരു ഓപ്ഷനിൽ നിന്ന് മറ്റൊരു ഓപ്ഷനിലേക്ക് മൂവ് ചെയ്യാനും യൂസ് ചെയ്യാം. നെക്സ്റ്റ് എസ്കേപ്പ് കീ. ടു ക്യാൻസൽ ഓർ ടു ഇഗ്നോർ ദി എൻട്രി ഓർ കമാൻഡ് ദാറ്റ് ജസ്റ്റ് എൻറ്റേർഡ്. ഇതാണ് എസ്കേപ്പ് കീ. ജസ്റ്റ് എൻ്റർ ചെയ്ത കമാൻഡ് അല്ലെങ്കിൽ ആ ഒരു എൻട്രി ക്യാൻസൽ ചെയ്യാനും ഒഴിവാക്കാനും വേണ്ടിയാണ് എസ്കേപ്പ് കീ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിലീറ്റ് കീ. ഇറേസ് ദി ക്യാരക്ടർ ടു ദി പ്ലേസ് ടു ദി റൈറ്റ് സൈഡ് ഓഫ് ദി ബ്ലിങ്കിങ് കഴ്സർ. ഡിലീറ്റ് കീ ഉണ്ട്. ഡിലീറ്റ് കീ യൂസ് ചെയ്ത് ഇറേസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ബാക്ക് സ്പേസ് കീ. ഇറേസ് ദി ക്യാരക്ടർ ടു ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ബ്ലിങ്കിങ് കഴ്സർ. ഓൾസോ ഇറ്റ് മൂവ്സ് ദി കഴ്സർ ബാക്ക്. ഡിലീറ്റ് കീ യൂസ് ചെയ്ത് ആ ബ്ലിങ്കിങ് കഴ്സറിൻ്റെ റൈറ്റ് സൈഡിലെ ക്യാരക്ടറാണ് ഇറേസ് ചെയ്യുന്നത്. ബാക്ക് സ്പേസ് കീ ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ബാക്ക് സ്പേസ് കീ. ആ ബ്ലിങ്കിങ് കഴ്സറിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ക്യാരക്ടറിനെയാണ് ഈ ബാക്ക് സ്പേസ് മൂലം ഇറേസ് ചെയ്യുന്നത്. അതുപോലെ കഴ്സറിനെ ബാക്കിലേക്ക് മൂവ് ചെയ്യാനും ഈ ഒരു ബാക്ക് സ്പേസ് കീ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡിജിറ്റൈസർ, പക്ക് ആൻഡ് മൗസ്. ഒരു ഡിജിറ്റൈസറും പക്കുമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. The digitizer, also known as a graphic tablet, and the puck are the data input devices most commonly used in CAD systems. ഡിജിറ്റൈസറിനെ ഗ്രാഫിക് ടാബ്ലറ്റ് എന്നും പറയാറുണ്ട്. ഈ ഡിജിറ്റൈസറും പക്കും ഡാറ്റ ഇൻപുട്ട് ഡിവൈസസ് ആണ്. CAD സിസ്റ്റത്തിൽ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നു. ദീസ് ഡിവൈസസ് അലോ യു ടു എൻറ്റർ പോയിന്റ് ലൊക്കേഷൻസ് ഓൺ ദി സ്ക്രീൻ ആൻഡ് ടു മേക്ക് സെലക്ഷൻസ് ഫ്രം ദി മെനൂസ്. സ്ക്രീനിൽ പോയിന്റ് ലൊക്കേഷൻ എൻ്റർ ചെയ്യാനും മെനൂസിൽ നിന്ന് സെലക്ഷൻസിനും വേണ്ടിയാണ് ഈ ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ആസ് ദി പക്ക് ഈസ് മൂവഡ് ഓവർ ദി സർഫസ് ഓഫ് ദി ഡിജിറ്റൈസർ, ഇറ്റ് മൂവ്സ് ദി ഇൻഡിക്കേറ്റർ ഓൺ ദി സ്ക്രീൻ റിലേറ്റീവ്ലി. ഈ ഡിജിറ്റൈസറിൻ്റെ മുകളിലൂടെ ഈ പക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് ആ സ്ക്രീനിലെ കേഴ്സർ മൂവ് ചെയ്യുന്നത്. ഇതൊരു ഡിജിറ്റൈസർ ആൻഡ് പക്കിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. To enter a point, you need to position the cursor at the appropriate position on the screen and then press the enter button on the puck. ഒരു പോയിന്റ് എൻ്റർ ചെയ്യാൻ വേണ്ടി ആ സ്ക്രീനിലെ കേഴ്സർ ആ പൊസിഷനിൽ കീപ്പ് ചെയ്തിട്ട് ഈ പക്കിലെ എൻ്റർ എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഡിജിറ്റൈസേഴ്സ് പല സൈസിലും സ്റ്റൈലിലും അവൈലബിൾ ആണ്. എ നമ്പർ ഓഫ് കമാൻഡ്സ് ആർ പ്രിൻറ്റഡ് ഓൺ ദി ഡിജിറ്റൈസർ സർഫസ്. ഡിജിറ്റൈസർ സർഫസിൽ ഒരുപാട് കമാൻഡ്സ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ടു എൻ്റർ എ കമാൻഡ്, പ്ലേസ് ദി പക്ക് ഓവർ ദി ഡിസൈർഡ് കമാൻഡ് ആൻഡ് പ്രസ് ദി എൻ്റർ ബട്ടൺ. അതിന് ഏതെങ്കിലും ഒരു കമാൻഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി ഈ പക്ക് ഡിജിറ്റൈസറിൻ്റെ ഏത് കമാൻഡാണോ വേണ്ടത് അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് എൻ്റർ ബട്ടൺ അമർത്തുക. എ മൗസ് ഈസ് അനദർ പോയിൻറ്റിംഗ് ഡിവൈസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് CAD. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു പോയിൻറ്റിംഗ് ഡിവൈസാണ് മൗസ്. ലൈക്ക് ദി പക്ക്, ദ മൗസ് അലോസ് യു ടു കൺട്രോൾ ദി പൊസിഷൻ ഓഫ് ദി കഴ്സർ ഓൺ ദി സ്ക്രീൻ ബൈ റോളിംഗ് ഇറ്റ് അക്രോസ് എ ഫ്ലാറ്റ് സർഫസ്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ ഡിജിറ്റൈസർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രീനിലെ കഴ്സറിൻ്റെ പൊസിഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ മൗസ് ഒരു ഫ്ലാറ്റ് സർഫസിൽ റോൾ ചെയ്താൽ മതി. ഇവിടെ ഒരു ഡിജിറ്റൈസറിൻ്റെ ആവശ്യമില്ല. സം പ്രോഗ്രാം സപ്പോർട്ട് വർക്കിംഗ് വിത്ത് എ മൗസ് ഓൺലി, വൈൽ അതേഴ്സ് സപ്പോർട്ട് ബോത്ത് ദി മൗസ് ആൻഡ് ദി ഡിജിറ്റൈസർ. ചില പ്രോഗ്രാംസ് മൗസ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, പക്ഷേ ചില പ്രോഗ്രാംസ് മൗസും അതുപോലെ ഡിജിറ്റൈസറും സപ്പോർട്ട് ചെയ്യും. എ മൗസ് ഈസ് മച്ച് ചീപ്പർ ദാൻ എ ഡിജിറ്റൈസർ ഓർ പക്ക്, ബട്ട് പ്രൊവൈഡ്സ് ഓൺലി ലിമിറ്റഡ് ഡാറ്റ എൻട്രി ഓപ്ഷൻസ്. ഡിജിറ്റൈസർ പക്കിനെ അപേക്ഷിച്ച് മൗസാണ് ചീപ്പർ, പക്ഷേ ലിമിറ്റഡ് ഡാറ്റ എൻട്രി ഓപ്ഷൻസ് ഈ മൗസിലുള്ളൂ. ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.